നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഈച്ച കഥകൾ പറയാണ്. ഈച്ച അച്ചമ്മയെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അച്ചമ്മ തന്റെ ജോലിക്കാരനെ കൊണ്ട് പ്ലാവിന്റെ ചക്കയൊക്കെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. എടാ ഇത് കൂടെ എടുത്തോണ്ടേ വെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഈച്ചയും കൂടെ ഇല്ലെന്ന്. എന്താടാ, നീ കുറെ കാലമല്ലേ ഈ വഴി വന്നിട്ട്? അത് പിന്നെ ഞാൻ അച്ചമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. കാണാൻ വേണ്ടി വന്നല്ലോ. നീയേ ഇവിടെ വരാതെ മുങ്ങി നടക്കുമായിരുന്നല്ലോ. ആ കോടാരി ഇങ്ങ് എടുത്തോണ്ട് വരട്ടെ. അയ്യോ, എന്നെ വെട്ടിക്കൊല്ലാനാണോ? അല്ലടാ, അത് കീറാതെ കിടക്കുന്നൊരു മുട്ടിയുണ്ട്, അന്ന് നീ ഇട്ടിട്ട് പോയത്. ആ മുട്ടി നിന്നെ കൊണ്ട് വെട്ടി കീറിക്കാനായിട്ടാ. അത് കീറിട്ട് നീ അകത്തേക്ക് കയറിയാ മതി. അച്ചമ്മേ, അത് പിന്നെ ഞാനിപ്പോ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? എന്താടാ, വല്ല പൈസയും വേണോ നിനക്ക്? എനിക്കല്ല അച്ചമ്മേ, പിന്നെയോ രേവതിക്ക്. രേവതി മോൾക്കോ? എന്തിന്? അത് പിന്നെ അച്ചമ്മേ, വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുക്കണോന്ന്. 3.5 ലക്ഷം അങ്ങോട്ട് അവരുടെ കയ്യിലുള്ളൂ. ഇനി 1.5 ലക്ഷം രൂപ അങ്ങോട്ട് വേണം. എന്നിട്ടോ? നിന്നോട് ആരാ അത് പറഞ്ഞത്? അവര് നിന്നെ പറഞ്ഞു വിട്ടാണോ? അല്ലെന്നേ, എന്നോട് സച്ചി പറഞ്ഞ. എടാ, എന്നിട്ട് അവരെന്നോട് ചോദിച്ചില്ലല്ലോ. അച്ചമ്മയോട് ചോദിക്കാൻ അവർക്ക് മടിയുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടാ ഞാൻ അച്ചമ്മയോട് ഒന്ന് പറയുന്നേ. എന്നോട് പറയാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോ അച്ചമ്മയ്ക്ക് ഭയങ്കര വിഷമായി. എന്നാലും കുറച്ച് കഷ്ടമായിപ്പോയി. ഞാൻ എന്താ അവർക്ക് അന്യാണോ? ഞാൻ ഈ സമ്പാദിക്കുന്ന മൊത്തം ആർക്ക് വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ അവരെന്തിനാ എന്നോട് പറയാൻ മടിച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യം വല്ലതുണ്ടോ? ഒരു കനിഞ്ച്, നമുക്കിപ്പൊ തന്നെ പോയേക്കാം. ഭാഗ്യന്ന് പൈസ എടുത്ത് അവിടെ കൊണ്ടേ കൊടുക്കാം. അവരെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ചമ്മയും കൂടെ നേരെ പോകുവാണ്. അങ്ങനെ ഈച്ച അച്ചമ്മയും കൂടെ ബൈക്കിന് വരണ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. രേവതിയുടെ കയ്യിൽ നിന്ന് ഭാഗം തട്ടിപ്പറിച്ചുകൊണ്ട് ഗുണ്ടകള് പോകുന്നേ. രേവതി താഴേക്ക് വീഴുന്നേ. പെട്ടെന്ന് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഈച്ച അങ്ങോട്ട് പോകാൻ പറയുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, എടാ നീ വണ്ടി എടുക്കുക, അവന്മാരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാര് പോയ വഴിക്ക് അച്ഛമ്മയും ഈച്ചയും കൂടെ കുറുക്ക് ചാടി ചെന്നു. അങ്ങനെ അവരങ്ങോട്ട് ബൈക്കും കൊണ്ട് വരണ സമയത്ത് അച്ഛമ്മയും ഈച്ചയും കൂടെ വഴിയിൽ നിൽക്കുകയാണ്. അവന്മാര് ബൈക്ക് നിർത്തിയിട്ട് ആരാ എന്താന്നൊക്കെ ചോദിച്ചു. പറയാടാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പത്തിന് ഈച്ച അതിലൊരുത്തനെ അടിക്കുവാണ്. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അച്ഛമ്മയെ പിടിച്ചു. അച്ഛമ്മയും വിട്ടില്ല. ഒടുവില് രേവതിയുടെ പണം അത് അച്ഛമ്മ കൈക്കലാക്കി. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കാണ്ട് അവന്മാരും കിടന്ന് പിടികൂടുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും മാത്രം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും ഈച്ചയുടെ കഴുത്തിന് കയറി ഒരുത്തം കുത്തി പിടിക്കുകയാണ്. അച്ഛമ്മയുടെ കയ്യേലും പിടിച്ചു. അപ്പോഴേക്ക് ഈച്ച അച്ഛമ്മയോട് വിളിച്ചു പറഞ്ഞു, അച്ഛമ്മേ മർമ്മന്ന് പറഞ്ഞു. അച്ഛമ്മയ്ക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. അച്ഛമ്മ പെട്ടെന്ന് എന്ത് ചെയ്തു, അവനെ പുറകോട്ട് മലർത്തി അടിച്ചിട്ട് അവന്റെ മർമ്മത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു. അവനാണ് ചാടി എഴുന്നേറ്റ് വന്ന, പക്ഷെ അവൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈച്ചയുടെ കഴുത്തിന് പിടിച്ച് മറ്റവൻ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അവനിട്ടും വന്ന് കൊടുത്തു മർമ്മത്തിനിട്ടൊന്ന്. രണ്ടുപേരും കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു. അച്ഛമ്മ അങ്ങനെ പണമൊക്കെ കൈക്കലാക്കി. ഇനി നമുക്ക് പോകാം, ഇവന്മാർ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വരുന്നത്. പോലീസുകാർ നോക്കുമ്പോൾ 2 സ്റ്റാച്ചു ഇങ്ങനെ നിൽക്കുന്നു. ഇതെന്താ പുതിയ വല്ല സ്റ്റാച്ചു ആണത്? അപ്പോഴേക്കും ഈച്ച പറഞ്ഞു, ഇപ്പൊ അനാച്ഛാദനം ചെയ്തോളുന്നു. അത് കേട്ടതും പോലീസുകാരൻ പറഞ്ഞു, അല്ല ഇതെന്ത് പറ്റിയത്? അച്ഛൻ പറഞ്ഞു, അതെ എന്റെ പേരക്കുട്ടിയുടെ പണവും മോഷ്ടിച്ചോണ്ട് ഇവന്മാര് പോയതായിരുന്നു. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാ? അതിന്റെ ഒരു കംപ്ലൈന്റ് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയതാ ഞങ്ങള്. അതെ, ആ 5 ലക്ഷം രൂപ അത് ഞാനൊന്ന് വാങ്ങിച്ചെടുത്ത മർമ്മത്തൊന്ന് കൊടുത്തു. അല്ല ഇത് പഴയപടിയാക്കാൻ പറ്റില്ലേ? ആക്കാലോ, ഇപ്പൊ തന്നെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരെ പഴയപടി തന്നെ ആക്കുവാണ്. പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്മാരെ ഓടാൻ ശ്രമിച്ചു. 2 ഇടത്തിനും പോലീസുകാർ ഓടിച്ചിട്ട് പിടികൂടി. പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റുവാണ്. പിന്നീട് പോലീസുകാരൻ വന്നിട്ട് അച്ഛമ്മയോട് പറഞ്ഞു, അതെ ആ പണം ഇങ്ങ് തരണം, നടപടികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഇത് അത്യാവശ്യമുള്ള പണമാ. ഇതെന്റെ പേരക്കുട്ടിയുടെ പണമാ. ഇതെനിക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ തരാൻ പറ്റില്ല. വാടാ ഈച്ചയെന്നും പറഞ്ഞ് ഈച്ചയും വിളിച്ചുകൊണ്ട് നേരെ പൂക്കടയിലേക്ക് പോയി. അങ്ങനെ പൂക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് രേവതി മോൾക്ക്? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. 2 പേരെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. പക്ഷേ എങ്കിൽ പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ആവും. അതിനുള്ള പണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് 5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് പണം കൊടുത്തു. 5 ലക്ഷം രൂപ? അതെ. പിന്നെ ഇത് 1.5 ലക്ഷം കൂടെ ഉണ്ട്. അല്ല 5 ലക്ഷം അഡ്വാൻസ് ചോദിച്ചേ, 1.5 ലക്ഷം കൂടെ കൊടുത്തേരെ, ബാക്കി എമൗണ്ട് പിന്നെ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈച്ച പറഞ്ഞു, ബാക്കി രേവതിയോട് വാങ്ങിച്ചാൽ മതി, രേവതി തന്നോളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴാ കൊച്ചിന് സമാധാനമാവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞേരെ, പൈസ കിട്ടിയെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പൂക്കടക്കാരൻ രേവതിയെ വിളിച്ചു പറയുന്നത്, പണം കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കും രേവതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചിയുടെയും രേവതിയുടെയും കണ്ണു പറഞ്ഞു. അപ്പോഴേക്കും ഈച്ച ബാക്കി കാര്യം കൂടെ പറയണം, ഞാൻ
സച്ചിയെ വിളിച്ചില്ലേ, നിന്നെ വിളിച്ച് രേവതിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചില്ലേ, അത് അച്ചമ്മ പറഞ്ഞിട്ടായിരുന്നു. സച്ചി ഓർത്ത് ശരിയാണ്, ഈച്ചയോട് താൻ ചോദിക്കുകയും ചെയ്താ നീ എങ്ങനെയാടാ അറിഞ്ഞത് രേവതിയുടെ കാര്യം? അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് ഈച്ച പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഓഹോ, അപ്പൊ അച്ചമ്മയായിരുന്നു എല്ലാത്തിനും കാരണം. രേവതി പെട്ടെന്ന് അച്ചമ്മയുടെ അടുത്ത് വന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ചമ്മ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല, എൻ്റെ ഓർഡറിൽ ക്യാൻസൽ ആയി പോയാലും. സച്ചി അച്ചമ്മയോട് പറഞ്ഞു, അച്ചമ്മേ താങ്ക്സ് അച്ചമ്മേ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നന്ദി പറയാനോ? നീയോ? എടാ നീ എൻ്റെ ആരാ? എന്നിട്ടാണ് നീ എനിക്ക് നന്ദി പറയുന്നേ? ഇതേ കൂടുതൽ പറഞ്ഞാണ്ടല്ലോ, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. എന്തിനാണെന്നറിയാവോ? ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പണം ചോദിച്ചില്ലല്ലോ, നിനക്ക് ചോദിക്കായിരുന്നു. രേവതി പറഞ്ഞു, അത് പിന്നെ ആരും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ആയിക്കോട്ടെ, സാരമില്ല. രേവതി പറഞ്ഞു, എന്നാലും അച്ചമ്മേ എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെയായിരിക്കും അവരറിഞ്ഞിട്ടുണ്ടായിരിക്കുക? അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അല്ല ആ ഹേമ തൻ്റെ ഗുണ്ടകളെ വിട്ടായിരിക്കും രേവതിയുടെ പിന്നാലെ. പക്ഷെ സച്ചേട്ടാ, എൻ്റെ ഈ പണം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും വിളിച്ചു പറഞ്ഞായിരിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഞാനല്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോഴേക്കും എല്ലാവർക്കും കാര്യം മനസ്സിലായി. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, ഇപ്പം മനസ്സിലായി ആരാ എന്താ ഏതാന്നൊക്കെ. സച്ചി പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. രേവതി അങ്ങോട്ട് എഴുന്നേറ്റു. ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മകൻ എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് ആഗ്രഹം. അവന്റെ ബിസിനസ്സിനേക്കാളും മറ്റുള്ളവർ വളർന്നാലോ എന്നുള്ള പേടി. അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ ബിസിനസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചേ? ഒന്ന് പോടി അവിടുന്ന്, നിന്റെ ഒരു ബിസിനസ്. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹേമയോടൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ചന്ദ്രമതി വട്ടം നിന്ന് തർക്കിക്കുവാണ്. രേവതി പറഞ്ഞു, ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ഭാര്യ തന്നെയല്ലേ ഞാനും. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി ദേഷ്യത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും രവീന്ദ്രനോട് അച്ഛമ്മ ചോദിച്ചു, എടാ നീ വിശ്വസിക്കുന്നുണ്ടോ അവളല്ല വിളിച്ചു പറഞ്ഞേന്ന്? എനിക്കറിയാമേ അവള് തന്നെ പറഞ്ഞെന്നുള്ള കാര്യം. അച്ഛൻ പറഞ്ഞത് അവള് തന്നെയാ പറഞ്ഞേ. അവൾക്ക് അതിനൊരു ശിക്ഷ കൊടുക്കണ്ടേ? എൻ്റെ അമ്മേ, അവളുടെ സ്വഭാവം അറിയാലോ. ശിക്ഷ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയാന്ന് പറഞ്ഞാലും അവളെ നന്നാവാൻ പോകുന്നില്ല. അവളുടെ സ്വഭാവത്തിനൊരു മാറ്റവും വരത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഇരിക്കണേന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്ക് പിന്നെ ശരി, ഞാൻ ഇറങ്ങിയേക്കുവാ. അതെ, വയലിൽ പണിക്കാരുണ്ട്, ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയെ ശ്രീകാന്തും കൂടെ വന്നു. ഇതെന്താ ജോലിക്ക് പോയോ? ജോലിക്ക് പോകാതെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട്. അയ്യോ, ഒരാവശ്യം ഉണ്ടായിരുന്നു അച്ഛമ്മേ, അത്യാവശ്യമായിട്ട് പോകണ്ടേ, അതുകൊണ്ട് പോയതാ. പിന്നെ ശ്രീകാന്ത് ഇപ്പൊ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. ഞാൻ എവിടെ പോയാലും എന്നോടൊപ്പം ഉണ്ട്. ശ്രീകാന്തിനോട് ജോലിക്ക് പോകാൻ പറഞ്ഞു, ജോലിക്ക് പോലും പോകുന്നില്ല. അത് മോളെ, ഈ സമയത്ത് നിനക്ക് വേണ്ടുന്ന കെയറും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതുകൊണ്ട് നിന്നെ ശുശ്രൂഷിക്കാനായിട്ടല്ലേ അവനിരിക്കുന്നേ. വർഷ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛമ്മേ. പിന്നെ ഇതൊക്കെ നിനക്ക് തോന്നും, പക്ഷെ വേണം. നിന്റെ കാര്യങ്ങളിൽ അവനല്ലാതെ പിന്നെ വേറെ ആരെ നോക്കണേന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇന്ന് പോണോ അമ്മേ? പിന്നെ പോവാതെ, വയലിൽ പണിക്കാരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെ എങ്ങനെയാ ശരിയാന്നേ? അങ്ങനെ അച്ഛമ്മ യാത്ര പറഞ്ഞിറങ്ങുവാണ്. രേവതിക്ക് സച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായി അച്ഛമ്മ പോയതുകൊണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, അച്ഛമ്മ വന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നേ. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും, ഈ ഓർഡർ തന്നെ ക്യാൻസലായി പോകുമായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിയെ കാണാനായിട്ട് ആനന്ദ് വരുവാണ്. ആനന്ദ് വന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, നീ എത്രയും പെട്ടെന്ന് പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വാ. എടാ ഞാൻ എങ്ങനെയാ വിളിക്കുന്നേ? അമ്മേനെ സമ്മതിക്കുവോ? എടാ അമ്മയുടെ സമ്മതം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നിന്റെ ഭാര്യയല്ലേ അവള്, നിനക്ക് സ്വന്തമായിട്ട് തീരുമാനമില്ലേ? അതമ്മ, എടാ അമ്മയ്ക്ക് കൊടുക്കണ സ്നേഹം അമ്മയ്ക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഭാര്യയ്ക്ക് കൊടുക്കണം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അജേഷ്, അവന്റെ അമ്മ അവന്റെ ഭാര്യയെ ഇറക്കി വിട്ടു. കുറച്ചാള് അവന്റെ പിന്നാലെ അവള് വന്നു എന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല, അവന് പേടിയായിരുന്നു അവന്റെ അമ്മയെ. എന്നിട്ട് എന്താവാനായിട്ടാ? അവസാനം ഇപ്പൊ അവളുടെ വിളിയില്ല, പറച്ചിലും ഇല്ല, അവളെ കുറിച്ചൊരു വിവരമില്ല. അതെന്ത് പറ്റി? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല, അവള് വേറൊരുത്തനുമായിട്ട് കണക്ഷനായി. ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവനോടൊപ്പം അവൾ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് സുധി. ദൈവമേ, ഇങ്ങനെ എങ്ങനെ തനിക്ക് സംഭവിക്കുമോ എന്നൊരു ഭയം. അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.